ഒരു ട്രെയിൻ 5 സെക്കൻഡിനുള്ളിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കുകയും 20 സെക്കൻഡിനുള്ളിൽ ഒരു തുരങ്കം മറികടക്കുകയും ചെയ്യുന്നു. ട്രെയിനിൻ്റെ വേഗം 90 മീറ്റർ പ്രതി സെക്കൻഡ് ആയാൽ തുരങ്കത്തിൻ്റെ നീളം കാണുക. ഒരു ട്രെയിൻ, അപ്പോൾ ആദ്യം നമുക്ക് ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞ ട്രെയിൻ എന്താ ചെയ്യണത്? ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തറിയാം, 5 സെക്കൻഡ് കൊണ്ടാണ്, സമയം 5 സെക്കൻഡ് കൊണ്ടാണ് മറികടക്കുന്നത്. ഇനി 20 സെക്കൻഡിനുള്ളിൽ തുരങ്കം മറികടക്കുക. അടുത്തതായിട്ട് ഇത് വീണ്ടും ട്രെയിൻ, പക്ഷേ ഇവിടെ തുരങ്കത്തെയാണ് മറികടക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രെയിൻ ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കുന്നു, ഇവിടെ ട്രെയിൻ തുരങ്കത്തെ മറികടക്കുന്നു. ഇവിടെ സമയം 5 സെക്കൻഡ്, ഇവിടെ സമയം 20 സെക്കൻഡാണ്. ഇനിയോ ട്രെയിനിൻ്റെ വേഗം മാറ്റില്ല. ഇവിടെ ആയാലും ട്രെയിനിൻ്റെ വേഗം ഒരുപോലെയായിരിക്കും. ട്രെയിനിൻ്റെ വേഗം എത്രയാണ്? 90 മീറ്റർ പ്രതി സെക്കൻഡ്. നമുക്ക് ഇതിൽ ദൂരം കാണാനുള്ള സൂത്രവാക്യം എഴുതാം അല്ലേ? ദൂരം സമം സമയം ഇൻറ്റു വേഗത. ഈ ട്രെയിനിൻ്റെ കണക്കിലൊക്കെ ദൂരം പറഞ്ഞ എന്താ അറിയോ? ട്രെയിനിൻ്റെ നീളമാണ്. ട്രെയിനിൻ്റെ കണക്കിൽ ദൂരം പറഞ്ഞ ട്രെയിനിൻ്റെ നീളമാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കാം. ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളം, സമയം ഇൻറ്റു വേഗത. എത്ര വരും? 5 ഇൻറ്റു 90 ഗുണിക്കുമ്പോൾ എത്ര വരും? 5 ഇൻറ്റു 90 450. ദൂരമാണ്, ദൂരത്തിന് യൂണിറ്റ് മീറ്റർ അല്ലേ? ദൂരത്തിന് യൂണിറ്റ് മീറ്റർ. നമുക്ക് എന്ത് കിട്ടി? ട്രെയിനിൻ്റെ നീളം കിട്ടി 450 മീറ്റർ. ഇനി ഈ കണക്കിലേക്ക് കിടക്കാം. ഈ കണക്കിലും വീണ്ടും അതേ സൂത്രവാക്യം എഴുതാം നമുക്ക്. എന്താണ്? ദൂരം സമം സമയം ഇൻറ്റു വേഗത. ഇവിടെ ഒരു മാറ്റമുണ്ട്. എന്താ അറിയും? ഇവിടെ ട്രെയിന് ഇലക്ട്രിക് പോസ്റ്റിനെ മറികടക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അളവ് നമ്മൾ ഒന്നും എടുക്കുന്നില്ല, ഇത് നമ്മൾ അവഗണിക്കുകയാണ്. ഇതിൻ്റെ നീളം ഇല്ല, ഇതിന് നീളമില്ല. പക്ഷേ ഇവിടെ തുരങ്കം പറയുമ്പോൾ നീളമുണ്ട്. അപ്പോൾ ഇവിടെ ദൂരം പറയുന്നത് ട്രെയിനിൻ്റെ നീളവും തുരങ്കത്തിൻ്റെ നീളവും കൂടി കൂട്ടണം. ഇവിടെ ട്രെയിനിൻ്റെ നീളം മാത്രം മതി, കാരണം ഇതിൻ്റെ നീളം പരിഗണിക്കുന്നില്ല, അത് നെഗ്ലിജിബിളാണ്, നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. അതുകൊണ്ട് ഇവിടെ ദൂരം പറയുന്നത് എന്താ? ട്രെയിനിൻ്റെ നീളം മാത്രമാണ്. പക്ഷേ ഇവിടെ ട്രെയിനിൻ്റെ നീളവും തുരങ്കത്തിൻ്റെ നീളവും കൂടി കൂട്ടണം ദൂരം പറയുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ നീളം എത്ര നമുക്ക് ഇവിടെ കിട്ടി? എത്രയാണ്? 450 പ്ലസ് തുരങ്കത്തിൻ്റെ നീളം അറിയില്ല, അത് എക്സ് എടുക്കുക. അതാണ് കാണേണ്ട തുരങ്കത്തിൻ്റെ നീളം. സമയം ഇൻറ്റു വേഗത. സമയം എത്രയാണ്? 20 ഇൻറ്റു വേഗത വീണ്ടും ഇത് തന്നെയാണല്ലോ, 90. അപ്പോൾ 450 പ്ലസ് എക്സ് സമം ഗുണിക്കുമ്പോൾ 1800 വരും. എക്സ് കാണാൻ ഇത് അങ്ങോട്ട് എടുക്കുക അല്ലേ? എക്സ് കാണാൻ 1800 മൈനസ് എത്ര വരും? 450 കുറയ്ക്കുക, 0 5 5 10 1 5 3 8 1 1350. എന്ത്? ഇത് തുരങ്കത്തിൻ്റെ നീളമാണ് അല്ലേ? തുരങ്കത്തിൻ്റെ നീളം 1350 മീറ്റർ. ഇതിൽ നമുക്ക് 1000 മീറ്റർ 1 കിലോമീറ്ററാണ്. 1000 മീറ്റർ 1 കിലോമീറ്റർ. അപ്പോൾ അതിൽ 1 കിലോമീറ്റർ ഉണ്ട്, ബാക്കി നമ്മൾ 3 സ്ഥലം 1000 കൊണ്ട് ഹരിക്കുക അല്ലേ? മീറ്ററിന് കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ വരും പോയിന്റ്. അപ്പോൾ 1.35, ഈ 0ൻ്റെ വലിയില്ല, 1.35 കിലോമീറ്ററാണ് തുരങ്കത്തിന് നീളം.